ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ലെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ജീവിതം തകർന്നെന്നും ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ തളർന്നു പോകുന്ന നിമിഷം ചിലർ മരണത്തിൽ അഭയം തേടാറുണ്ട്. എന്നാൽ പക്വതയെത്തുന്ന മകനെയും കൂട്ടി 43-കാരി ലൈന മരണത്തിലേക്ക് പോയത് എന്തിനെന്നറിയാതെ ഹൃദയം പൊട്ടിക്കരയുകയാണ് ഭർത്താവ് പ്രേംജിയും മൂത്ത മകനും ഇപ്പോൾ. കൊല്ലം പാരിപ്പള്ളിയിലാണ് നാടിനെയും വീട്ടുകാരെയുമെല്ലാം നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് പ്രേംജി തന്റെ ജീവിതവും കഠിനാധ്വാനവും മുഴുവൻ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും വേണ്ടിയായിരുന്നു മാറ്റിവെച്ചത്. രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയ പണമെല്ലാം മക്കളുടെ പഠനത്തിനായും അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. പഠിക്കാൻ മോശമല്ലാത്ത 2 ആൺമക്കളായിരുന്നു പ്രേംജിക്കും ഭാര്യ ലൈനയ്ക്കും. മൂത്ത മകൻ പ്രജിത്ത് എറണാകുളത്താണ് പഠിച്ചിരുന്നത്. ഇളയ മകൻ അമ്മയ്ക്കൊപ്പം നാട്ടിലും. 20-കാരനായ പ്രണവ് പാരിപ്പള്ളി UKF എഞ്ചിനീയറിംഗ് കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒന്നിനും ഒരു കുറവും വരുത്തിയിരുന്നില്ല പ്രേംജിയും ഭാര്യ ലൈനയും. മക്കളെ ആവോളം സ്നേഹിച്ചിരുന്ന ഇരുവരും മുന്നിൽ കണ്ടതും മക്കളുടെ നല്ല ഭാവിയും ജീവിതവും ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ചില സംഭവങ്ങൾ ലൈനയുടെ മനസ്സിന്റെ താളം തെറ്റിച്ചതോടെ മകനെയും ഒപ്പം കൂട്ടി മരണത്തിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് വിവരം. ഭർത്താവിനോട് പോലും ഇക്കാര്യങ്ങൾ പറയുവാൻ ലൈനയ്ക്ക് സാധിച്ചിരുന്നില്ല. അമ്മയും മകനും മാത്രമായിരുന്നു പാരിപ്പള്ളിയിലെ ഊന്നിൻമൂട് കരിമ്പാലൂർ നിധിഭവൻ എന്നു പേരിട്ട വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്രതീക്ഷിതമായി കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് ലൈനയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യാക്കുറിപ്പ് ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ഫോൺ പോലീസ് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇതോടെയാണ് കടബാധ്യത എന്ന സാധ്യതയിലേക്ക് പോലീസ് എത്തിയത്. പാരിപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. മണിക്കൂറുകളേറെ വിളിച്ചിട്ടും ലൈനയോ മകനോ ഫോൺ എടുക്കാത്തതിനാൽ ലൈനയുടെ അടുത്ത ബന്ധു തിരക്കിയെത്തിയപ്പോൾ ഗേറ്റും വീടുമെല്ലാം അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് സമീപവാസികളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ലൈനയെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ പ്രണവിനെ മറ്റൊരു കിടപ്പുമുറിയിലെ ജനാലയിലും കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇരുവരും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിവരമറിഞ്ഞാണ് ലൈനയുടെ ഭർത്താവ് പ്രേംജി വിദേശത്തു നിന്നും നാട്ടിൽ എത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തിയപ്പോൾ ഹൃദയം പൊട്ടിക്കരയുന്ന പ്രേംജിയെ ആശ്വസിപ്പിക്കാനാകാതെ വിതുമ്പുകയായിരുന്നു പ്രിയപ്പെട്ടവർ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.